അതായത് ഞാനീ തലയടിച്ച് പൊളിക്കാൻ പറഞ്ഞ ജഗദീഷ് ചേട്ടനെയാണ്. ഇതെന്താ തുടങ്ങാത്തെ കുറെ നേരമായില്ലേ? ടീച്ചറാണല്ലോ, അപ്പൊ നല്ല പാഠം എന്നാണോ ഇനി ഉദ്ദേശിക്കുന്നത്? നാലപ്പാഠം എന്നെ കാണുമ്പോ എല്ലാരും ആൾക്കാർക്ക് മാധവിക്കുട്ടിയുടെ ആരാ ബയിച്ചുവാ അവിടെ പോയെങ്ങ അതെയാ അന്ത എത്ര വൈകിയേ? ഓ സിനിമ കാണില്ല, സിനിമ കാണാൻ സമ്മതിക്കില്ല, ഒരു എന്റർടൈൻമെന്റിനും സമ്മതിക്കില്ല. ഞാൻ 9ാം ക്ലാസ് പഠിപ്പിച്ച മോനല്ലേ, എനിക്ക് ഇത്രയും പ്രായമായോ? പോവാത്തൊരു മേഖല എന്ന് പറഞ്ഞാൽ സ്പോർട്സ്. അതിലെനിക്ക് യാതൊരു വിധ കഴിവുമില്ല. നിങ്ങൾ ഇങ്ങനെ മക്കളെ സ്നേഹിക്കരുത് കേട്ടോ. നിങ്ങൾ സ്നേഹിക്കുന്ന കുറച്ച് കുറക്കുന്നതാണ്. അമ്മക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയത് കൊണ്ടാണ് അമ്മ പെട്ടെന്നൊരു ദിവസം അങ്ങ് പോയത്. എനിക്ക് പറയുമ്പോൾ ഇമോഷണലാണ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു മാഡിസൺ ഡിജിറ്റൽ. ദിസ് ഇസ് അനുഷ ആൻഡ്രൂസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റാണ്. തിങ്കളാഴ്ച നിശ്ചയം, പരിവാർ, സംശയം, ഇപ്പോൾ ദാ ധീരൻ, അങ്ങനെ ഒരുപടി നല്ല സിനിമകളുടെ ഭാഗമായ ഒരു വ്യക്തിയാണ്. അപ്പാർട്ട് ഫ്രം ആക്ടിങ്, ഷീ ഈസ് എ ടീച്ചർ, എൻ ഓഥർ, എൻ ഓൺട്രപ്രന്യൂർ, എ മദർ. അപ്പോൾ നമുക്ക് വളരെ സ്നേഹത്തോടുകൂടെ വെൽക്കം ചെയ്യാം ഉണ്ണിമായ നാലപ്പാടം. താങ്ക് യു. വെൽക്കം. ഈ നാലപ്പാടം എന്ന് പറയുന്നത് ഒരു ഭയങ്കര കിഡിലൻ സെക്കൻഡ് നെയിം ആണല്ലോ. അതെന്താ നാലപ്പാടത്തിന്റെ ഗുഡ്നെസ് എന്താ? നാലപ്പാടം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ വീടുള്ള സ്ഥലമാണ്. കാസർഗോഡ് ജില്ലയിലെ കാനങ്ങാട് മാവുങ്കാലിനടുത്തുള്ള ഒരു സ്ഥലമാണ് നാലപ്പാടം. അപ്പോൾ ഞാൻ ജനിച്ചിട്ട് കുറച്ചൊരു 5-6 വയസ്സ് വരെ താമസിച്ച സ്ഥലമാണ്. അത്രേ അവിടെ താമസിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് മാറി പുതിയകണ്ടം എന്നുള്ളൊരു സ്ഥലത്തേക്ക് മാറി. പക്ഷെ ഞാനൊരു 90s കിഡാണ്. അപ്പോൾ ഈ ചെറുപ്പത്തിൽ എൻ്റെ കൂട്ടത്തിൽ കളിക്കാനൊക്കെ പോലെ 10-20 ആൾക്കാരുണ്ടാവുമായിരുന്നു. ഈ അമ്മ ജോലിക്ക് പോകുമായിരുന്നു, ആ സമയത്ത് അച്ഛൻ പഠിക്കുമായിരുന്നു. അച്ഛൻ B.Ed എങ്ങാനും ചെയ്യായിരുന്നു ആ ടൈമിൽ. അപ്പോൾ വീട്ടിൽ അച്ഛമ്മ, പിന്നെ ഇളയമ്മമാര്, പിന്നെ ഈ കളിക്കാനുള്ള കൂട്ടുകാരെന്ന് പറയുന്നത് ഇളയമ്മമാര്, ചേട്ടന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാർ തന്നെയാണ്, ബന്ധുക്കൾ തന്നെയാണ്. കസിനല്ല, അതായത് അച്ഛൻ്റെ അനിയത്തി, പിന്നെ അച്ഛൻ്റെ അനിയൻ, അല്ലെങ്കിൽ അച്ഛൻ്റെ വല്യച്ഛൻ്റെ മക്കള്, അങ്ങനെ വരുന്നത് കസിൻ റിലേഷൻ അല്ല വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പം ഈ എന്താ പറയണ്ടേ, അവരുടെ കൂടെയൊക്കെ കളിച്ച് നമ്മളെ കൊത്തങ്കല്ല് എന്നൊക്കെ പറയില്ലേ, കൊത്തങ്കല്ല്, മൂന്നാംകോട്ട, അണ്ടർ ഓവർ, നാടകമൊക്കെ കളിക്കും. പിന്നെ പുറകു വശത്തൊരു പറമ്പുണ്ടായിരുന്നു. പറമ്പിലൊരു പൊട്ടക്കിണറുണ്ടായിരുന്നു. അവിടെ ഈ മറ്റേ പൊന്മാനൊക്കെ വന്നിരിക്കും. അപ്പോൾ അതിനെ നോക്കിയിരിക്കുക. അതായത് 90s കിഡിൻ്റെ ഒരു വൈബിൽ ജീവിച്ചത് എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കാൻ ഇഷ്ടമുള്ള എൻ്റെ ഒരു കാലഘട്ടം. പിന്നെ പുതിയകണ്ടത്തേക്ക് മാറിയ സമയത്ത് അങ്ങനെ കൂട്ടുകാർ അങ്ങനെ ഉണ്ടായിരുന്നില്ല. കുറച്ച് വീട്ടിനകത്ത് ആ സമയത്ത് TV കുറച്ചും കൂടി പോപ്പുലർ ആയല്ലോ. അപ്പം ഇങ്ങനെ കാർട്ടൂണൊക്കെ നോക്കി അതായിരുന്നു. അപ്പോൾ ഈ നാലപ്പാടം എന്ന് പറയുന്ന സ്ഥലം എനിക്ക് തന്നിട്ടുള്ള വൈബ് എനിക്ക് എൻ്റെ ലൈഫ് ലോങ് ചെറിഷ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെയാണ് ഈ നാലപ്പാടം എന്നുള്ള പേര് എൻ്റെ പേരിൻ്റെ കൂടെ ചേർത്തത്. നല്ല പേരാണ്, എനിക്ക് ഓർത്തിരിക്കാൻ വേണ്ടി. ഇപ്പൊ തന്നെ 90s വൈബ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഇതിലേക്ക് പോയി. കാര്യം ടീച്ചർമാരോട് സംസാരിക്കുമ്പോൾ അതാ പ്രത്യേകത, അവരിങ്ങനെ നമ്മളെ വരച്ച് കാണിച്ചു തരും. ഞാൻ പെട്ടെന്ന് കുട്ടിക്കാലത്തേക്ക് പോയി. ഞാൻ വിചാരിച്ചു ഈ നാലപ്പാടം നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്ന ചെയ്ത് ടീച്ചറാണല്ലോ, അപ്പൊ നല്ല പാഠം എന്നാണോ ഇനി ഉദ്ദേശിക്കുന്നത്? നാലപ്പാടം എന്നാണോ? എന്നെ കാണുമ്പോ എല്ലാരും ആൾക്കാർക്ക് മാധവിക്കുട്ടിയുടെ ആരാ? മാധവിക്കുട്ടിയുടെ ആരുമല്ല, ഇത് വേറെ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായി. ഇപ്പൊ ധീരൻ ഇന്ന് OTT റിലീസ് ഇറങ്ങാണ്. ഇപ്പോൾ ഉണ്ണിമായ തന്നെ മുന്നത്തെ കുറച്ച് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാനൊരു സ്പോട്ട് ആക്ടറാണെന്ന്, ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരു ആക്ടറല്ലെന്ന്. അപ്പോൾ അത് ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് അങ്ങനെ ഒരു കഥാപാത്രത്തിനെയൊക്കെ ഉൾക്കൊള്ളാനായിട്ട് അങ്ങനെ പറ്റുമോ? നമുക്ക് തുടക്കകാലത്തൊക്കെ എങ്ങനെയായിരുന്നു? ആക്ടിങ് എന്ന് പറയുന്നത് അത്രയും പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഇപ്പം ചെറുപ്പത്തിലൊക്കെ ഇപ്പം നമുക്ക് ഏതെങ്കിലും ദിവസം ലീവുള്ള ദിവസമാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലപ്പോൾ ഈ കണ്ണാടിയിൽ നോക്കിയിട്ട് അഭിനയിക്കൽ തന്നെയായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു ക്യാരക്ടർ നറേഷൻ ചെയ്യുന്ന സമയത്ത് അന്നേരം എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഇതെന്താ തുടങ്ങാത്തെ കുറെ നേരമായില്ലേ, അത് ബോറടിക്കും. അതിനേക്കാൾ നമ്മൾ കുറെ മണിക്കൂറുകളോളം അല്ലെങ്കിൽ രാവിലെ റെഡി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മണിക്കും 3 മണിക്കൊക്കെ അത്രയും നേരം ഇരിക്കണമല്ലോ. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു കഴിഞ്ഞാൽ എനിക്ക് മടുപ്പ് വരും. ഓക്കെ, അതിനേക്കാളും ആ സമയത്ത് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഞാനാണ് ആ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും പെരുമാറുക. അങ്ങനെ ഇപ്പോൾ പറഞ്ഞു നമ്മൾ ആക്ടിങ്ങിനോട് ഭയങ്കര പാഷനുള്ള ആളാണെന്ന്. പക്ഷെ ഉണ്ണിമായ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിനിമയുടെ പിറകെ സഞ്ചരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ വളരെ ഫോർച്ചുനേറ്റ്ലി അധികം റിജക്ഷൻസ് ഒന്നും ഇല്ലാതെ സിനിമയിലേക്ക് വന്നു, നല്ല കുറേ സിനിമകളുടെ ഭാഗമായി. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പം നിങ്ങളൊരു ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നിങ്ങൾ യുവജനോത്സവങ്ങളിലും പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലും ആ തലത്തിലൊക്കെ ഒരുപാട് ആക്ടറായിട്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എന്താ അപ്പോൾ സിനിമയുടെ പിറകെ പോവാതിരുന്നത്, ലൈക്ക് ചാൻസ് ചോദിച്ചു പോവാതിരുന്നത്? അല്ല, വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടങ്ങളുടെ പുറകെ പോവാം, പക്ഷെ നമ്മളുടെ ഈ
കാലഘട്ടത്തിൽ നമുക്കൊരു ജീവിക്കാൻ, അതായത് സ്വന്തം കാലിൽ നിന്നിട്ട് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു കാര്യത്തിനായി ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞാലായാലും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞില്ലെങ്കിലായാലും മറ്റൊരാളോട് എനിക്കൊരു ചിലവിനൊരു കാശ് തരുമോ എന്ന് ചോദിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വില ഉണ്ടാവില്ല. അത് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായി കുറേ കാലം കഴിഞ്ഞാൽ അവർ ചോദിക്കും നിങ്ങളെന്താ ഒന്നും ചെയ്യാഞ്ഞേ എന്നുള്ളൊരു ചോദ്യം അവരുടെ ഭാഗത്ത് നിന്നൊക്കെ വരുമായിരിക്കും. അതൊരു സത്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യത, ഇപ്പോൾ ഞാൻ PG BEd സെറ്റൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഞാൻ ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുമായിരുന്നു. അപ്പം എൻ്റെ ഞാൻ സെറ്റിലായി. ഇനി എനിക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് പഠിക്കണം എന്ന് വേറെ അതൊരു കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഞാൻ ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പം അന്നേരമാണ് ഈ ഒരു ഓഡീഷൻ കാണുന്നത്, ഒരു കാസ്റ്റിംഗ് കോൾ കാണുന്നത്. അപ്പം എനിക്ക് വിചാരിച്ചു കുഴപ്പമില്ല, ഇനി ഞാൻ ട്രൈ ചെയ്താലോ എന്നുള്ളൊരു ചിന്ത വന്നു. പിന്നെ അതുവരെയും അങ്ങനെ കാസർഗോഡേക്ക് സിനിമ എത്തിയിട്ടില്ല. കാസർഗോഡ് വെച്ച് നടക്കുന്ന ഒരു കാസ്റ്റിംഗ് കോള് അങ്ങനെയൊന്നും കാസർഗോഡ് വെച്ച് നടന്ന കാസ്റ്റിംഗ് കോൾ, കാസർഗോഡ് വെച്ച് നടന്ന കാസ്റ്റിംഗ് കോളാണ്. അപ്പൊ അതിനു മുമ്പ് അങ്ങനെയൊന്നും ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അപ്പൊ ഞാൻ ഏകദേശം ഒന്നൊരു സേഫ് സോണിൽ എത്തിയ സമയത്താണ് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ കാസ്റ്റിംഗ് കോൾ കണ്ടപ്പോൾ അയച്ചാലോ. അപ്പൊ വീട്ടിലിങ്ങനെ പറഞ്ഞ സമയത്ത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. പിന്നെ ആ സമയത്ത് എൻ്റെ കല്യാണം തീരുമാനിച്ചിരുന്ന സമയമായിരുന്നു. അപ്പം അവന് ഓക്കെ ആണെങ്കിൽ നീ ഒന്ന് സംസാരിച്ചു നോക്കൂ എന്നുള്ള രീതിയിൽ അവിടെ വിളിച്ചു ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞു നിന്റെ ഇഷ്ടല്ലേ, നീ എന്നോട് ചോദിക്കുന്നത് നിന്റെ ഇഷ്ടല്ലേ, എന്റെ സമ്മതത്തിനാ നിനക്ക് എന്നുള്ളൊരു കുഴപ്പമില്ലല്ലോ അങ്ങനെ കൊടുത്തു വന്നു. ഹസ്ബൻഡും സിനിമയിൽ വർക്ക് ചെയ്യുന്നത്, അപ്പൊ പിന്നെ എന്തായാലും പൊക്കോ, ഞാനും അവിടെ തന്നെ. അല്ല, കൂടുതലും സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരാണ് ഭാര്യമാരെ അഭിനയിക്കാൻ വിടാത്തത് കേട്ടോ. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെയല്ല. അതായത് എൻ്റെ ഫ്രണ്ടായിരുന്നു. അതായത് എൻ്റെ ഒരു 20 വയസ്സ് മുതലേ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ ഹസ്ബൻഡ്, ചരൺ വിനായക് എന്നാണ് പേര്. അപ്പോൾ പുള്ളി കാണുന്ന ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുന്നു, നാടകം എഴുതുന്നു, അതായത് ഫുൾ ടൈം ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ഒന്നിനും അങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളയാത്ത ഒരാളെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയും, ഫ്രണ്ട്സ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പറയും നീ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരാളുടെ ജോലി നോക്കിയിട്ടോ അയാളുടെ സാലറി നോക്കിയിട്ടോ നീ കല്യാണം കഴിക്കരുത്. നിനക്ക് നീയായിട്ട് എവിടെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെ പറ്റുന്ന ഒരാളെ മാത്രം നീ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ എനിക്ക് ആ സമയത്ത് വന്ന പ്രപ്പോസലൊക്കെ വന്ന സമയത്ത് പുള്ളി ഇങ്ങനെ അന്വേഷിക്കുകയായിരുന്നു ഇവക്ക് പറ്റും. പക്ഷെ ഉദ്ദേശം പറയുന്നത് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇങ്ങനെ പറയാ എന്നടി അവൻ നിനക്ക് പറ്റുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചൊരു ഭയങ്കര റിസർവ്ഡ് ആണ്, അതായത് നിന്റെ ഇഷ്ടം പുള്ളി പറഞ്ഞോണ്ടിരുന്നേ ആ സമയത്ത് പറഞ്ഞോണ്ടിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് അത് ശരി, ഇത് നല്ല എന്തൊക്കെ ആലോചന വന്നതായിരുന്നു. അങ്ങനെയല്ല, ഞാൻ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും നീ എങ്ങനെയായിരുന്നു അതിനൊരു മാറ്റം ഉണ്ടാവരുത് എന്ന് ചിന്തിച്ച ഒരാളായിരുന്നു. അത് അടിപൊളിയായോ, പ്രശ്നം വന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞു ടീച്ചിങ്ങിലേക്ക് കടന്നതിന് ശേഷമാണ് സിനിമയിൽ വന്നത്. ശരിക്കും ടീച്ചിങ് ആണോ സിനിമയിലേക്ക് വരുന്നതാണോ അല്ലെങ്കിൽ ആക്ടിങ് ആണോ കൂടുതൽ ഇഷ്ടം? രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ടേ ടീച്ചറാവണം എന്ന് ആഗ്രഹിച്ചിട്ട് വന്നൊരാൾ. എൻ്റെ അച്ചച്ചൻ, അമ്മമ്മ, പിന്നെ മാമൻ, അമ്മായിമാര്, അച്ഛൻ എല്ലാവരും ടീച്ചിങ് ഫീൽഡിലുള്ള ആൾക്കാരായിരുന്നു. പിന്നെ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ 4ാം ക്ലാസ്സിലെല്ലാം ഉണ്ടാകുന്ന സമയത്തെ ഈ ലഞ്ച് ബ്രേക്കിന്റെ സമയത്തിലൊക്കെ നമ്മൾ 1ാം ക്ലാസ്സിലേക്കൊക്കെ വിടും. 1ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വിടും. അവർക്ക് പാട്ട് പാടിക്കൊടുക്കാനായിട്ട് വിടുന്നത് ചുമ്മാ, അതായത് കുട്ടികളും. അപ്പൊ ആ സമയത്തെ ഒരു ഇഷ്ടമല്ലേ പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ മനസ്സിൽ കൂടി ഒരു ഇഷ്ടമാണ്. അപ്പൊ ടീച്ചിങ്ങിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ആക്ടിങ്ങിന് അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഒന്നിനെയും ചെറുതായി കാണുന്നില്ല, രണ്ടും നല്ല രീതിയിൽ. രണ്ടും ഈക്വലി ബുദ്ധിമുട്ടുള്ള പരിപാടി. ഈക്വലി ബുദ്ധിമുട്ട് എന്നല്ല പറയുന്നത്, നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ബുദ്ധിമുട്ടില്ല, പക്ഷെ രണ്ടിനും തുല്യ പ്രാധാന്യം നൽകുന്നു. പക്ഷെ ടീച്ചിങ്ങിൽ സെറ്റിലത്തെ പോലെ അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. പിള്ളേർ പെട്ടെന്ന് എത്തിയിട്ട് പിള്ളേർക്കൊരു ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പൊതുവേ ടീച്ചേഴ്സ് അമ്മമാരാവുന്ന സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെയൊക്കെ ഫ്രണ്ട്സിൻ്റെ അമ്മമാർ ടീച്ചേഴ്സുള്ളവർ ഒന്നിനും സമ്മതിക്കില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ വരുന്നത്. അപ്പോൾ ഉണ്ണിമായ എങ്ങനത്തെ ഒരു അമ്മയാണോ? ഒരു ആക്ടർ അമ്മയാണോ അതോ ഒരു ടീച്ചർ അമ്മയാണോ? അമ്മ എൻ്റെ മോനിപ്പോൾ 3.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ഒരു അങ്ങനെ കൺവെൻഷണൽ രീതിയിൽ കണ്ടുവന്ന അമ്മയൊന്നും അല്ല. കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് പോകണം. അതായത് നമുക്ക് ഓരോ കാലഘട്ടം കഴിയുന്നതിനനുസരിച്ച്, നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചില തിരിച്ചറിവുകൾ വരൂലേ. അതായത് ഇപ്പോൾ ഈ ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞ ശേഷം വരുന്നൊരു തിരിച്ചറിവ്, നമ്മൾ ഇൻഡിവിജ്വാലിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത്. അതിപ്പോൾ നമ്മളുടെ മോനായാലും ആരായാലും ഏതൊരാൾക്കും അവനവൻ്റെ ഇഷ്ടമുണ്ട്. അതായത് എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടമുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെതായിട്ടുള്ള ഇഷ്ടമുണ്ട്, അച്ഛൻ്റെതായിട്ടുള്ള ഇഷ്ടമുണ്ട്. അങ്ങനെ നമുക്കൊരു തിരിച്ചറിവ് വരുമല്ലോ. അപ്പം അങ്ങനെ ഒരു തിരിച്ചറിവ് വന്ന ശേഷമാണ് ഞാൻ
എനിക്ക് കുഞ്ഞൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഞാനങ്ങനെ ഓവറായിട്ട് ഒന്നിനും ഇമ്പോസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, അവരവരുടെ ഇഷ്ടത്തിന് വളർന്നോട്ടെ എന്ന് പറയും. പക്ഷെ ഞാൻ ഓവർ കെയറിങ് ആണ്. ആ ഒരു കെയറിങ്ങിൻ്റെ പുറത്ത് എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും. അങ്ങനെ ചെയ്യല്ലേ, ഇത് അങ്ങനെ ആക്കല്ലേ, വീണ് പോവും. എനിക്ക് ഈ വീഴുക മുറിയുക എന്നൊക്കെയുള്ള കാര്യത്തിൽ കുറച്ച് കോൺഷ്യസാണ്. അപ്പം അതിൻ്റെ മാറ്റേണ്ട ഒരു സ്വഭാവമാണ്. അത് നമ്മളങ്ങനെ എന്തോരം വീണേക്കുന്നു. അപ്പോൾ അത് കുട്ടികളുടെ കോൺഫിഡൻസ് കുറക്കും നമ്മളങ്ങനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അത് എൻ്റെ മാറ്റേണ്ട ഒരു സ്വഭാവമാണ്. അതല്ലാണ്ട് ഞാൻ കൂൾ. ഈ സ്റ്റുഡൻസ് ഒക്കെ സിനിമ കണ്ടിട്ട് എന്തൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. ആക്ച്വലി ഞാൻ 9th പഠിപ്പിച്ച കുട്ടികൾ ഇപ്പോൾ PG ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അത്ര സീനിയറാണ്. അതെ, ഞാനും വിചാരിക്കും കുട്ടികളുടെ ഓരോ ഫോട്ടോ. ഇപ്പോൾ ഒരു കുട്ടി PG സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു റാങ്കൊക്കെ കിട്ടിയിട്ട് പേപ്പറിൽ ന്യൂസ് വന്ന്, കുട്ടി റൈറ്ററും കൂടിയാണ്. അപ്പം ഞാൻ 9th ക്ലാസ് പഠിപ്പിച്ച മോനല്ലേ, എനിക്ക് ഇത്രയും പ്രായമായോ? പ്രായം എന്നുള്ളത് പെട്ടെന്ന് കിട്ടുന്നതല്ലേ. അവൻ PG കഴിഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചത് അപ്പോഴാണ്. കുട്ടികൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പടമൊക്കെ കഴിഞ്ഞാൽ ചില വീഡിയോസൊക്കെ വൈറലായി കഴിഞ്ഞാൽ ഇതെൻ്റെ ടീച്ചറാട്ടോ എന്നിട്ട് കമൻറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചില സിനിമകളിൽ കഥാപാത്രമാവാൻ വേണ്ടിയിട്ട് ചില ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരി ഒരു ദിവസം ഉണ്ണുമായനെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ ലിജോ ജോസ് പല്ലിശ്ശേരിയാണ്, നമുക്ക് ചുരുളി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ഉണ്ണിമായ കറക്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ ചുരുളി ഇസ് ഐ തിങ്ക് ഇറ്റ്സ് എ ബ്രില്യൻറ്റ് മൂവി. പക്ഷെ അതിനകത്ത് ചില നമുക്ക് തെറി വിളിക്കേണ്ട ഒരു ക്യാരക്ടർ വരും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സോഷ്യലി ഈവിൾ എന്ന് കരുതുന്ന ചില ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടി വരുമല്ലോ. ഫോർ എക്സാമ്പിൾ ഒരു സെക്സ് വർക്കറിൻ്റെ ക്യാരക്ടർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ ഭാവിയിൽ ചെയ്യേണ്ടി വരുമ്പോൾ ഡു യു തിങ്ക് അത് ഒരു അധ്യാപിക എന്ന് പറയുന്നൊരു ഇമേജ് ആയിട്ട് കോൺഫ്ലിക്റ്റ് ആവുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇമേജ് കോൺഷ്യസ് അല്ല ഞാൻ തീരെ. അതായത് ഇപ്പോൾ സിനിമയിൽ കാണുന്ന ഞാനല്ലല്ലോ ശരിക്കുള്ള യഥാർത്ഥ ഞാൻ ചിന്തിക്കുന്ന കാര്യം, എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് ബോധിപ്പിക്കേണ്ട ഒരു വ്യക്തി എൻ്റെ ഭർത്താവ് മാത്രമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതായത് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് സിനിമയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഫാമിലി. അതായത് സിനിമയിൽ എന്തെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എനിക്ക് എൻ്റെ ഫാമിലി നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു റോള് വരുന്ന സമയത്തും ഞങ്ങൾ തമ്മിൽ, അതായത് അനുവാദം ചോദിക്കുകയല്ല, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണ് ചെയ്യുന്ന ഓരോ ഡിസ്കഷനാണ് നടക്കുന്നത്. അപ്പോൾ ഏതൊരു ക്യാരക്ടർ വരുന്ന സമയത്തും ഞങ്ങളത് ഡിസ്കസ് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ ഞാനത് ചെയ്യും. ഇപ്പോൾ സെക്സ് വർക്കറിൻ്റെ ഒരു ക്യാരക്ടറാണ് വരുന്നതെങ്കിലും അത് ആ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ചെയ്യുന്നതിനെ കൊണ്ട് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. അതും ആ ഒരു ക്യാരക്ടറും ഞാനും തമ്മിൽ വലിയ അന്തരമുണ്ട്. അത്രേ ഉള്ളൂ. സിനിമയായി കണക്കാക്കുക. ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ടീച്ചേഴ്സ് പണ്ട് എന്നെയൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സിനിമ കാണില്ല, സിനിമ കാണാൻ സമ്മതിക്കില്ല, ഒരു എൻ്റർടൈൻമെൻറ്റിനും സമ്മതിക്കില്ല. പക്ഷെ നമ്മളിങ്ങനെ പടപൊരുതിയിട്ടൊക്കെ വേണം എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലറിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. കാര്യം ഉണ്ണിമായുടെ ടീച്ചേഴ്സൊക്കെ എങ്ങനെ ഫുൾ സപ്പോർട്ടീവ് ആയിരുന്നു? പഠിച്ച എല്ലാ സ്കൂളിംഗ് ആയാലും കോളേജിലാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാത്തിലും ഉണ്ടാവും. വിദ്യാരംഗമാണെങ്കിൽ വിദ്യാരംഗത്തിന്, കലോത്സവത്തിനാണെങ്കിൽ കലോത്സവം, ശാസ്ത്രമേള. ഞാൻ പോവാത്തൊരു മേഖല എന്ന് പറഞ്ഞാൽ സ്പോർട്സ്. എനിക്ക് യാതൊരുവിധ കഴിവുമില്ല. അത് ശരിയാണോ? ഈ കലാപരിപാടികൾക്ക് പോകുന്ന ആൾക്കാർക്ക് സ്പോർട്സ് ശരിയാവില്ല. പണ്ട് കൊക്കോനൊക്കെ ഉണ്ടായിരുന്നേ ചെറിയ ക്ലാസ്സിൽ. എനിക്ക് മറ്റേ 3rd പ്രൈസ് ആയിട്ട് വെങ്കല മെഡൽ കൊക്കോനൊക്കെ. അപ്പം ഈ കൊക്കോ മാത്രമാണ് എനിക്ക് സ്പോർട്സിൽ ഇഷ്ടമുള്ളൊരു കാര്യം. ബാക്കി ഓടാനും ചാടാനും ഒന്നും ഞാൻ നിൽക്കൂല. അപ്പോൾ ഈ എല്ലാത്തിലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ അതേസമയം തന്നെ അത്യാവശ്യം പഠിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ കാരണം സ്കൂളിലേക്ക് എന്താ പറയണ്ടത്, സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തിട്ട് പല കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ എന്താ പറയണ്ട, ഒരു വഴക്ക് കേൾപ്പിക്കുന്ന അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന കൂട്ടത്തിലുള്ള കുട്ടിയൊന്നും ആയിരുന്നില്ല. നന്നായി പഠിക്കുമല്ലോ, പിന്നെ ടീച്ചേഴ്സിന് വേറെ പരാതിയൊന്നും ഇല്ല. എന്നെ പറ്റിയൊക്കെ അതായിരുന്നു ബുദ്ധിമുട്ട്. പഠിക്കൂല, എന്തത്. എൻ്റെ അമ്മയൊക്കെ പാരൻസ് മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പറയും, ലീന ടീച്ചർ ഉണ്ടായിരുന്നു മട്ടന്നൂർ സ്കൂളിൽ. അപ്പോൾ ലീന ടീച്ചർ പറയും, എനിക്ക് ഒറ്റ പരാതിയില്ല, നിങ്ങൾ ഇങ്ങനെ മക്കളെ സ്നേഹിക്കരുത് കേട്ടോ, നിങ്ങൾ സ്നേഹിക്കുന്ന കുറച്ച് കുറക്കെന്ന് പറയും ലീന ടീച്ചർ. അതാണ് പരാതി, ഇങ്ങനെ മക്കളെ സ്നേഹിക്കരുത് എന്ന് പറയും അമ്മേനോട്. അപ്പം അമ്മ പറയും, എനിക്ക് എൻ്റെ മക്കളെല്ലാണ്ട് വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റും. അത് മാത്രമാണ് ടീച്ചർ പറയുന്ന ഒരു പരാതി എന്ന് പറയും. അമ്മ അപ്പോൾ ഫുൾ സപ്പോർട്ട്. അമ്മയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ട, പാട്ട് പഠിപ്പിക്കാൻ വിട്ടു, അത് ഡ്രോയിങ് ക്ലാസ്സിന് വിട്ടിട്ടുണ്ട്, ക്ലേ മോഡലിങ്ങിന് വിട്ടിട്ടുണ്ട്. ഞാൻ മറ്റേ അഷ്ടപതിയുടെ ക്ലാസ്സിന്, എനിക്ക് പാടാൻ വലിയ കഴിവൊന്നുമില്ല, പക്ഷെ അഷ്ടപതിയുടെ ക്ലാസ്സിന് പോയിട്ടുണ്ട്. അതായത് അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യിക്കണം എന്നുള്ളത്. അമ്മ ആ സമയത്ത് അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു, ഒരു ജൂനിയർ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ആ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഡാൻസും ഒക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അമ്മ PSC എഴുതിയെടുത്തിട്ട്
ഗവൺമെൻറ് ലീഡറായി. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അമ്മ PSC എഴുതിയെടുത്ത്. അമ്മ PSC എഴുതാൻ തന്നെ കാരണം എനിക്ക് മക്കളെ നല്ല രീതിയിൽ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് അമ്മ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചൊരു അമ്മയാണ്. ഓരോ പ്രാവശ്യം കലോത്സവം കഴിയുമ്പോൾ അമ്മ പറയും പിന്നെ അടുത്ത പ്രാവശ്യം ഇതിനൊന്നും പോകണ്ട കേട്ടോ. അതായത് ഈ ഓരോ കലോത്സവത്തിൽ ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, ഫോക്ക് ഡാൻസ്, പിന്നെ മോണാക്ട്, ആ സമയത്തൊക്കെ 8 ഐറ്റത്തിൽ പങ്കെടുക്കാം. അതായത് 5 ഇൻഡിവിജ്വലായിട്ടും 3 ഗ്രൂപ്പായിട്ടും. ഫസ്റ്റ് ഉണ്ടോ അതോ എ ഗ്രേഡ് മാത്രമാണോ? അല്ല, ആ സമയത്ത് ഫസ്റ്റ് ഉണ്ടായിരുന്നു. കലാതിലകൊക്കെ ഉള്ള കാലഘട്ടമായിരുന്നു. പിന്നെയാണ് ഈ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ എന്നുള്ള രീതിയിൽ വന്നത്. അപ്പോൾ ഈ സംസ്കൃതോത്സവത്തിനും പങ്കെടുക്കും. അപ്പോൾ അങ്ങനെ ടോട്ടൽ 16 ഐറ്റത്തിനൊക്കെ പങ്കെടുക്കും. അപ്പോൾ എനിക്ക് അനിയത്തിയുണ്ട്. അപ്പോൾ ഈ 2 ആളെയും എല്ലാ കാര്യത്തിലും പഠിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ചിലവുള്ള കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഗോൾഡ് പണയം വെക്കും. എന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ അത് അങ്ങ് എടുക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരു ഗസറ്റഡ് ഓഫീസറായിരുന്നു, ഗസറ്റ് റാങ്കിലൊരു ഓഫീസറായിരുന്നു. പക്ഷെ വളരെ ഒരു മിഡിൽ ക്ലാസ് ലൈഫ് തന്നെയായിരുന്നു ഞങ്ങൾ. അങ്ങനെ വലിയൊരു ആർഭാടോ അങ്ങനെയൊന്നും കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് അവിടെ ഇവിടെയൊക്കെ ഈ KSF, LIC അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സേവിങ്സ് ഉണ്ടാവും. അതല്ലാണ്ട് ഒരു ആർഭാട ജീവിതമേ ആയിരുന്നില്ല. അമ്മയുടെ നമ്മൾ പഠിച്ചു വന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കളഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ കലോത്സവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അമ്മ പറയും, ഇപ്പം ഇത് മനസ്സിലാവില്ല നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, വലുതായി കഴിഞ്ഞാൽ ഓർക്കാൻ വേണ്ടി സ്കൂളിലും കോളേജും കാര്യങ്ങളും ഓർക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രമേ ഉണ്ടാവും. സത്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഓർമ്മകൾ അധികമാണ്. അതൊക്കെ ഉണ്ടാക്കി തന്നത് അമ്മയുടെ എഫേർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ കുറച്ച് നല്ല സിനിമകളിൽ അഭിനയിച്ചു. ഇപ്പോൾ സിനിമ പഠിപ്പിച്ച അല്ലെങ്കിൽ തന്ന തിരിച്ചറിവുകൾ അല്ലെങ്കിൽ പഠിപ്പിച്ച പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ അതെന്തൊക്കെ? അങ്ങനെ പ്രത്യേകിച്ച് തിരിച്ചറിവുകളോ അങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണോന്നും അറിയില്ല. അങ്ങനെ പ്രത്യേകിച്ച് തിരിച്ചറിവുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഇപ്പോഴും അതുപോലെ തന്നെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല, അങ്ങനെ കിട്ടിയിട്ടുമില്ല. ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും ഡ്രസ്സിങ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ ഒരു മാറ്റം. എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോകും, ഓട്ടോയിൽ പോകും, ബസ്സിൽ പോകും. അല്ല, അത് എങ്ങനെയാണോ നമ്മൾ പണ്ടുണ്ടായിരുന്നത്. അതല്ലാണ്ട് ഞാൻ 2 സിനിമയിൽ അഭിനയിച്ചു, എന്നെ എവിടുന്നെങ്കിലും ആരെങ്കിലും തിരിച്ചറിയുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഇതൊന്നുമില്ല. ഇപ്പം ആദ്യമായിട്ട് ഇപ്പോൾ സിനിമ നമ്മൾ തിയേറ്ററിൽ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് പോയിരുന്ന് കാണുമല്ലോ. അപ്പം മറ്റേ ഈ സലീം കുമാറൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഞാൻ എല്ലാവരും നോക്ക് അങ്ങനത്തെ ഒരു അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു മൊത്തത്തിൽ. ഫസ്റ്റ് മൂവി തിങ്കളാഴ്ച നിശ്ചയം കാണുന്നത് IFFK സ്ക്രീൻ ചെയ്യുന്നത്. അത് കോവിഡ് ടൈം ആയതുകൊണ്ട് തിയേറ്റർ റിലീസ് ആയിരുന്നില്ല. അപ്പോൾ ഈ IFFK തിയേറ്റർ ആ ഒരു സ്ക്രീനിങ്ങിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര അന്നേരം ഒന്നും മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് നമ്മുടെ പടം കാണല്ലേ, അതായത് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കുക. അതായത് സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്ത പോകുന്നത് പല ആ ഒരു കാര്യങ്ങളിലേക്കായിരുന്നു. അങ്ങനെ നല്ല റെസ്പോൺസ് ആയിരുന്നു. പിന്നെ ഭയങ്കര എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് എനിക്കൊന്ന് IFFKയിലും ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെറ്റിലൊക്കെ നമ്മൾ ഷോട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശംസ കിട്ടിയിട്ടുള്ളൊരു ആക്ടിങ് എന്തായിരുന്നു? എല്ലാവരും വന്നിട്ട് പറയണു അത് കലക്കി, അത് കിടലിനായിട്ട് ചെയ്തു. അത് എനിക്ക് 2 പടത്തിൽ, എനിക്ക് പ്രണയവിലാസത്തിലും പിന്നെ അതേപോലെ പരിവാറിലും. പ്രണയവിലാസം മാർട്ടിൻ പ്രക്കാട് സാറാണ് പ്രൊഡക്ഷനിൽ വരുന്നത്. അപ്പോൾ മാർട്ടിൻ സാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള പടങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു സീനിൽ, അതായത് ഈ അമ്മ മരണപ്പെട്ടിട്ട് ഈ ഞാൻ ചോദ്യം ചെയ്യുന്നൊരു സീനുണ്ട്. അതായത് അമ്മയെ നിങ്ങളാരും തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനിങ് സീനുണ്ട്. അപ്പോൾ ആക്ച്വലി ആ ക്യാരക്ടറിലേക്ക്, അതായത് അമ്മയുടെ ഏജിലുള്ള ഒരാളെ തന്നെയായിരുന്നു കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മയുടെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ. അങ്ങനെ തന്നെയായിരുന്നു സ്ക്രിപ്റ്റിലും. അപ്പോൾ അവസാന നിമിഷം ആ ക്യാരക്ടർ ഉദ്ദേശിച്ചാക്ക് ഒരു അസുഖം വന്നതുകൊണ്ട് മാത്രമാണ് ആ ക്യാരക്ടർ എന്നിലേക്ക് വരുന്നത്. അപ്പം ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് നമ്മുടെ ഏജ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇതെങ്ങനെ ഇവർക്ക് ഈ ആ ഒരു അടുപ്പം കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ. കാണുമ്പോൾ നല്ല ചെറുപ്പമാണ്. അപ്പോൾ അങ്ങനെ, അതായത് അർജുൻ്റെ അമ്മയുടെ ക്യാരക്ടറും അർജുൻ്റെ ഏകദേശം പ്രായമുള്ളൊരു ക്യാരക്ടറാണ് ഞാനും അതിൽ വരുന്നത്. അപ്പോൾ ഒരമ്മയും മകളും എന്നുള്ളൊരു ഏജ് ഡിഫറൻസ് തന്നെയാണ് ആ ഒരു ക്യാരക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു സീനിന് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് എല്ലാവർക്കും നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷൂട്ടിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം മാർട്ടിൻ സാർ വന്നിട്ട് ഉണ്ണിമായി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടോ. ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഗംഭീര. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണല്ലോ സെറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു. പിന്നെ ഈ പരിവാറിൽ ചെയ്ത് അതേപോലെ ഈ തലയടിച്ച് പൊളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കുറച്ച് എൻ്റെ ഒരു വിളയാട്ടം സീനുണ്ട്. അതായത് ആ സമയത്ത് കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. കാരണം നമ്മുടെ
നമ്മുടെ മെയിൻ ആക്ടേഴ്സ് കൂടാണ്ട്, കാരണം ആൾക്കാർ വേണമല്ലോ അവിടെ ഒരു ചടങ്ങ് എന്നുള്ള രീതിയിലാവുമ്പോൾ കുറേ ആൾക്കാർ പുറത്തുനിന്ന് വരുന്നു. അപ്പോൾ ഇങ്ങനെ അതായത് ഞാൻ ഈ തലയടിച്ച് പൊളിക്കാൻ പറയുന്ന ജഗദീഷ് ചേട്ടനെയാണ്. എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ഓപ്പോസിറ്റ് നിന്നിട്ടാണ് ഞാൻ ഈ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തു. അപ്പോൾ ഇന്ദ്രൻ ചേട്ടനൊക്കെ പറഞ്ഞു നന്നായിട്ട് ചെയ്തു കേട്ടോ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും. ഈ ഇന്ദ്രൻ സാറിന്റെ കൂടെ അഭിനയിച്ചതിനെ പറ്റിയിട്ട് ഇതിന് മുന്നുണ്ടായ കുറച്ച് എല്ലാ ഇന്റർവ്യൂവിലും പറയും. എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ ജേർണലിസ്റ്റ് ട്രെയിനിയായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇന്ദ്രൻ സാറിനെ വിളിക്കുകയാണ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ അവിടെ നിന്ന് ഏതോ ഷൂട്ടിൻ്റെ ഇടയിൽ നിൽക്കുക. പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനിത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ അതോ ഇപ്പം തന്നെ സംസാരിക്കണോ, തിരക്കുണ്ടോ? അപ്പം ഞാൻ പെട്ടെന്ന് അല്ല ഞാനല്ലേ വിളിച്ചത്. പുള്ളി അത്രയ്ക്ക് സോ ഡൗൺ ടു എർത്ത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ, ഇവർ ഇത്രയും സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുന്ന സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്താ? ഒന്നാമത് ഇന്ദ്രൻ ചേട്ടനെ കാണണമെന്ന് അത്രയധികം ആഗ്രഹിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. എന്നെ ഇങ്ങനെ ഞാൻ ബക്കറ്റ് ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇന്ദ്രൻ ചേട്ടനെ കാണാൻ. ഇന്ദ്രൻ ചേട്ടനെ കാണാൻ വേണ്ടി ഞാൻ മുമ്പ് പലതവണ ശ്രമിച്ചിട്ടുണ്ട്, പുള്ളിയുടെ ലൊക്കേഷനിലേക്കൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അപ്പോൾ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ആദ്യമായിട്ട് കാണുന്നത് ഈ പരിവാറിൻ്റെ പൂജയ്ക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ ഇതേപോലെ തന്നെയാണ് ഭയങ്കര, എനിക്ക് തോന്നുന്നു പരിവാറിൻ്റെ സമയത്തൊക്കെ ആ ഒരു കീപാഡ് ഫോൺ തന്നെയാണ് ഉണ്ടായി. ഇപ്പോഴാണ് സ്മാർട്ട് ഫോണിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. പരിവാറിൻ്റെ പ്രൊമോഷൻ ടൈമിൽ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അത് ഫോൺ റിങ് ചെയ്തപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ട് പകച്ചു നിൽക്കുന്നത്. അത് മറ്റേ ഹോം സിനിമയിലെ സെയിം സീക്വൻസ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെയാണ് പുള്ളി, ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. ഒന്നും ഈ കാരവാൻ സാധനങ്ങളോ ഒന്നും വേണ്ട, ഈ പോഷായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഞാനൊരു പാവം, ഞാനിങ്ങനെ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതെ, ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള. അതേപോലെ തന്നെ നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യാൻ മടിയില്ലാത്തൊരു ആളാണ്. എന്ത് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്ത് നന്നായിരുന്നു കേട്ടോ, അതങ്ങനെ ചെയ്തു കേട്ടോ, അങ്ങനെ പറയാൻ മനസ്സുള്ളൊരു മനുഷ്യനാണ് ഈ ജഗദീഷ് ചേട്ടൻ്റെ കൂടെയുള്ള. ജഗദീഷ് ചേട്ടൻ ഭയങ്കര ടെക്നിക്കൽ നോളജുള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പം അങ്ങനെയൊക്കെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോൾ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റിൽ പറഞ്ഞ കാര്യം അതുപോലെ ബിഹേവ് ചെയ്യുന്നത് മാത്രമല്ല, ആ ഒരു ക്യാമറയിലേക്ക് നമ്മൾ ആ സ്ക്രീൻ സ്പേസിലേക്ക് നമ്മൾ വരിക എന്നുള്ളത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, ടെക്നിക്കലി ശ്രദ്ധിക്കാനുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ജഗദീഷ് ചേട്ടൻ്റെ അടുത്താണ് പഠിച്ചത്. ഇപ്പോൾ ആസിഫ് അലിയുടെ കട്ട ഫാനാണ് ഉണ്ണി. ആസിഫ് അലീനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആസിഫ് അലി സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ആസിഫ് അലി ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് പൂജയ്ക്ക് എന്തോ ഇല്ല ഒന്നുമില്ല. ഹസ്ബൻഡിന്റെ വീട് മട്ടന്നൂരാണ്. അപ്പോൾ കണ്ണൂർ കക്കാടാണ് ആസിഫ് അലിയുടെ വൈഫ് ഹൗസ്. അപ്പോൾ ആ സമയത്ത് ഒരു ബെൻസ് ഒരു കാറ്, എനിക്ക് തോന്നുന്നു അതിൻ്റെ പേരെനിക്കറിയില്ല, എനിക്ക് അങ്ങനത്തെ വലിയ വലിയ കാറുകളുടെ പേരൊന്നും അറിയില്ല. അപ്പോൾ ഞാനും ഹസ്ബൻഡും തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാറ് വന്നു, ഒരു കാറ്. എന്നിട്ടാകുമ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയാം, ഈ കാറ് കേരളത്തിൽ രണ്ട് ആൾക്കാർക്കേ ഉള്ളൂ, ഒന്ന് ആസിഫ് അലിക്കും ഒന്ന് മറ്റേതാ, ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഈ ഡ്രൈവിംഗ് സീറ്റിലുള്ളത് അതായത് ആ ചിന്ത പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിലൊരാൾ ആസിഫ് അലി ആവണമല്ലോ എന്നുള്ളൊരു ചിന്തയില്ല. ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഈ വണ്ടി മുമ്പ് ദേ ആസിഫ് അലി, അത്ര വരെ നമ്മളതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പം അങ്ങനെ അത്ര അടുത്ത് ആസിഫിക്കാനെ ആ സമയത്ത് ഞാൻ പടം ഒന്നും റിലീസായിട്ടില്ല, റിലീസായിട്ടൊന്നുമില്ല. എന്തായാലും ഉടനെ തന്നെ ആസിഫ് അലിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റണേ. ഞാൻ ചെറിയ കൂടുതലൊക്കെ ചെയ്ത് പറ്റട്ടെ. ഏതൊക്കെ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം? എനിക്ക് ജയരാജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചിദംബരത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, തരുൺമൂർത്തി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ലാൽ ജോസ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, സത്യൻ അന്തിക്കാട് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുന്നില്ല. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് വരെ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു ചെറിയ കാസർഗോഡ് സ്ലാങ് ഞാൻ ഡിറ്റക്ട് ചെയ്തു. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ണിമാനോട് ചോദിച്ചു, എന്ത് കാസർഗോഡ് ഭാഷ സംസാരിക്കുന്ന വെച്ചപ്പോൾ ഇല്ല, ഞാൻ സംസാരിക്കില്ലെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് വരുന്നൊരു അഭിനേത്രി, ഇപ്പോൾ ഈ തെയ്യവും തിറയൊക്കെ ഉള്ളൊരു നാട്ടിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഒരു തനി കാസർഗോഡുകാരിയായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടോ? അങ്ങനത്തെ ഒരു ആഗ്രഹം ഇഷ്ടമുണ്ട്. തനി കാസർഗോഡ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ഈ ചാനലിലൊക്കെ കേട്ടിട്ടുള്ള കാസർഗോഡ് ഭാഷ പറഞ്ഞാൽ ഈ അങ്ങ് ബോർഡറിലേക്ക് എത്തുമ്പോഴുള്ളൊരു കാസർഗോഡ് ഭാഷയാണ്. അത് കൂടുതൽ മറ്റ് ജില്ലക്കാർ ചിന്തിച്ചിരിക്കുന്നത് കാസർഗോഡ് ഭാഷ എന്ന് പറഞ്ഞാൽ അതാണ്. എന്നാൽ പക്ഷേ കാസർഗോഡ് നിന്ന് ഈ ഒരു കാഞ്ഞങ്ങാട്, നീലേശ്വരം, ചെറുവത്തൂര് ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ടേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഭാഷാ സ്ലാങ് മാറി 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 വരുന്നുണ്ട്. അപ്പം ഞാൻ കാഞ്ഞങ്ങാട്ടുകാരിയാണ്. അപ്പം എനിക്ക് ആ ഒരു പ്രോപ്പർ കാസർഗോഡ് ഭാഷയാണെന്ന് വെച്ചാൽ ആണ്, പക്ഷെ എന്നാലും നിങ്ങൾ കേട്ടിട്ടുള്ള കാസർഗോഡ് ഭാഷ അല്ല. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റും.
അതായത് വേണമെന്ന് വെച്ചാൽ സംസാരിക്കാൻ പറ്റും. പക്ഷെ എനിക്കത് ഞങ്ങൾ ഡെയിലി ലൈഫിൽ സംസാരിക്കുന്ന ഒരു രീതിയേ അല്ല. അങ്ങനെ സംസാരിക്കുന്ന ഒരു കാസർഗോഡുകാരനെ കിട്ടിയാൽ സംസാരിച്ച് അതെനിക്കറിയാം. ഇപ്പൊ രാജേഷേട്ടനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബയിച്ചുവാ എവിടെ പോയെങ്ക അതെയാ അന്ത് എത്ര വൈകിയേ ഓ അതെ. അതായത് ആ സമയത്ത് നമ്മൾ രണ്ട് കാസർഗോട്ടുകാര് സംസാരിക്കുമ്പോ നോർമലി ഓടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ഓടുത്തു നിങ്ങൾ ആടെയില്ലേ അങ്ങനെ സംസാരിക്കാൻ പറ്റും. അതല്ലാണ്ട് ഞാൻ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വേർഡ്സോ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. ഞാനൊരു ഡൗട്ട് കേട്ടെ, മഹിമ നമ്പ്യാർ ഒരു സിനിമയിൽ ഇങ്ങനെ എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് മഹിമ പറയുമ്പോഴാണ്. ആ വാക്ക് തന്നെ ഒരു കാസർഗോഡ് കാര്യമായിട്ട് ഞാൻ ആ വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നപ്പോഴാണ്. ഇപ്പം ഒത്തിരി കലാകാരന്മാര് കാസർഗോഡ് നിന്നുണ്ട്. ഇപ്പൊ എല്ലാരും മറന്നു പോകുന്നത് കാവ്യമാധവൻ കാസർഗോഡ് നീലേശ്വരത്ത് നിന്നാണ് പുള്ളിക്കാരി. ഇപ്പൊ ഈ അടുത്തായിട്ട് ഒത്തിരി ഇപ്പൊ രാജേഷ് മാധവൻ, ഉണ്ണിമായ, അപ്പൊ ഇങ്ങനെ കുറച്ച് മഹിമ, അങ്ങനെ കുറച്ച് നല്ല ആർട്ടിസ്റ്റുകൾ കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സ്വന്തം നാട്ടിലത്തെ കലാകാരിമാരും ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്, ഹൗ ഡസ് ഇറ്റ് മേക്ക് യു ഫീൽ? ആക്ച്വലി ഞാൻ പിന്നെയും തിരക്കാവുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് തിങ്കളാഴ്ച നിശ്ചയം ഷൂട്ട് കഴിഞ്ഞ് റിലീസാവാൻ ഏകദേശം ഒരു 2 വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തേക്ക് ഞാൻ കണ്ണൂരേക്ക് മാറി. മട്ടന്നൂരാണ് ഹസ്ബൻഡിന്റെ വീട്. അപ്പൊ എനിക്ക് നാടുമായിട്ടുള്ള ബന്ധം കുറച്ച് കുറഞ്ഞു. പിന്നെ ഞങ്ങൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ നാട്ടുകാരെന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് കുറവാണ്. പടം കണ്ടിട്ട് എനിക്ക് മെസ്സേജും വിളിച്ചൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതല്ലാണ്ട് ഞാൻ അവരുടെ കൂട്ടത്തിലേക്ക് പോവുക എന്നുള്ളത് വളരെ കുറവാണ്. എപ്പോഴെങ്കിലും ഇപ്പം എറണാകുളത്ത് നിന്ന് ലീവിന് നാട്ടിൽ പോകുന്ന സമയത്ത് മട്ടന്നൂരേക്കും പോവും, എൻ്റെ വീട്ടിലേക്കും പോവും, 2 ദിവസം അവിടെ നിൽക്കും വരും എന്നല്ലാതെ ആൾക്കാരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യുന്നത് കുറവാണ്. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഈ രാജേഷ് മാധവനായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയാം. രാജേഷ് ഏട്ടൻ തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ മൊത്തം പടത്തിന്റെ മേക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോള് വഹിച്ച ഒരാളാണ്. അപ്പോൾ രാജേട്ടൻ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ധീരനിലാണ് രാജേട്ടൻ അനിയത്തിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു മനുഷ്യനാണ്. നേരത്തെ ഈ ഇന്ദ്രൻ ചേട്ടനെ പറഞ്ഞ പോലെ തന്നെ രാജേഷ് ചേട്ടനും അതുപോലെ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഓക്കെ. ഇപ്പോൾ ഉണ്ണിമായ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിനെ പറ്റിയിട്ട് നമ്മളോട് ഒരു 2 വാക്ക് പറയാമോ? ഇതെല്ലാം ഓരോ കാലഘട്ടത്തിന്റെ ഇതാണ് കേട്ടോ. ഈ ബുക്ക് എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു PG ക്കൊക്കെ പഠിക്കുന്ന സമയം. ആ സമയത്ത് ഫേസ്ബുക്കിൽ തുറന്നു കഴിഞ്ഞാൽ എഴുത്തുകാരെ കൊണ്ടുള്ള ഇറങ്ങളിയാണ്, അങ്ങനെ തന്നെ പറയാം. എല്ലാവരും എഴുതും. അതൊരു രസമുള്ളൊരു സമയമായിരുന്നു. കുറെ അത് എല്ലാവർക്കും കിട്ടിയൊരു സമയമായിരുന്നു എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നൊരാൾ എഴുതണമെങ്കിൽ നാളെ ഞാൻ എഴുതും. അതായത് പ്രണയമായിക്കോട്ടെ അങ്ങനെ. അപ്പൊ എനിക്ക് തോന്നുന്നു സീരിയസ് ആയിട്ടൊരു കാര്യം എഴുതണം എന്ന് വിചാരിച്ച അങ്ങനെ 4-5 എപ്പിസോഡായിട്ടാണ് നിർഭയ എഴുതുന്നത്. നിർഭയ എന്നാണ് പേര്. അപ്പോൾ നിർഭയ എഴുതി ആ സമയത്ത് എനിക്ക് അതിന് അക്ബർ കക്കട്ടിൽ കലാലയ പുരസ്കാരം കിട്ടി. അപ്പോൾ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ചരൺ വിനായക്. ആ സമയത്ത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ചരൺ വിനായക്, ഇപ്പോഴത്തെ ഭർത്താവ്. അതായത് എൻ്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അച്ഛനെയും അമ്മയോടെ ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ കുറിപ്പൊക്കെ ഉണ്ട് ആ പുസ്തകത്തിൽ. പിന്നെ എൻ്റെ ഈ വർക്കും എടുത്തിട്ട് അങ്ങനെ പബ്ലിഷിംഗ് ഹൗസിൽ പോയി പബ്ലിഷ് ചെയ്ത് അതെല്ലാം ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ചെയ്ത് കവർ പിക്കൊക്കെ ചെയ്ത് ബുക്കിന്റെ രൂപമാക്കി കൊണ്ടുവന്ന് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ഞാനതൊരു ഓതറായി. അങ്ങനെ എൻ്റെ പേരിലൊരു പുസ്തകം ഇറങ്ങിയാണ്. ഇപ്പം ഉണ്ണിമായ ഒരു ഓൺടർപ്രണറാണ്. learnersfriendly.com എന്ന് പറഞ്ഞിട്ട് ഒരു ലേണിംഗ് വെബ് പോർട്ടലുണ്ട് ഉണ്ണിമായ്ക്ക്. അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണ്? കോവിഡ് കാലഘട്ടത്തിലാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. ഹയർ സെക്കൻഡറിയിൽ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു ആ സമയത്താണ്. അപ്പോൾ അതിനുശേഷം കോവിഡ് കാലഘട്ടത്തിലാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒന്നും ഏണിങ്സ് ഇല്ല. നേരത്തെ പറഞ്ഞില്ല, അമ്മ പറഞ്ഞില്ല ഏത് കാലഘട്ടത്തിൽ നമ്മൾ ആരുടെ മുമ്പിലും കൈ നീട്ടാൻ പാടില്ല, അങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് പോയി എനിക്ക് ചോദിക്കാൻ മടിയായിരുന്നു ഭർത്താവിൻ്റെ അടുത്ത്, എനിക്കത് ചെയ്തു തരുമോ. അതെൻ്റെ അതെൻ്റെ ഈഗോ ആണ്. അതായത് നമ്മളിപ്പോൾ അവരെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും, പക്ഷെ എൻ്റെ ഈഗോ എന്നെ സമ്മതിക്കുന്നില്ല അതങ്ങനെ ചെയ്ത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് നീ എനിക്ക് എന്താ ഗിഫ്റ്റ് തരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതിനു മുമ്പുള്ള ബർത്ത്ഡേസിന്
ഒക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്ന കാലഘട്ടത്തിൽ ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു ആ സമയത്ത് മുമ്പ്. അന്നേരം ഞാൻ വുഡ്ലാൻഡിൻ്റെ ഷൂ ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ 200 രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വുഡ്ലാൻഡിൻ്റെ ഷൂ ഒരു 4000-4500 രൂപയുള്ള ഷൂ ഒക്കെ വാങ്ങിക്കൊടുക്കണമെങ്കിൽ എത്രമാത്രം ക്ലാസ് ഞാൻ എടുക്കണം? ഈ 200 രൂപ കുട്ടി വെച്ചിട്ട് അത് ചിലപ്പോൾ ഒരു 8 മാസം മുമ്പൊക്കെ ഞാൻ ചിന്തിച്ചിട്ടാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെ സമ്പാദിച്ചു വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ സുഹൃത്തായിരുന്ന വ്യക്തി എൻ്റെ ഭർത്താവായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചുമ്മാ ചോദിച്ചാണ് നീ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്ന് കുറേ കരഞ്ഞു. ഞങ്ങൾ മട്ടന്നൂരിൽ നിന്ന് കണ്ണൂരേക്ക് പോകുമായിരുന്നു, സ്കൂട്ടിയിലായിരുന്നു വന്നത്. അപ്പോൾ അവിടുന്ന് കണ്ണൂർ എത്തുന്നത് വരെ ഞാൻ കരഞ്ഞു, സ്കൂട്ടറിൻ്റെ പുറകിൽ ഇരുന്നിട്ട് കരഞ്ഞു. എനിക്കൊന്നും പറ്റുന്നില്ല ഒരു സംഭവം. അതേപോലെ തന്നെ അമ്മക്ക് ആ സമയത്ത് ഒരു സർജറി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനും എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിന്നിട്ട് ഇങ്ങനെ തിളക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ കണ്ണൂർ എത്തുന്നവരെ കരഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്ക് അവിടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ഇതുപോലെയുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ അവിടെ ഒരു ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടു. ഞാൻ സെറ്റ് എക്സാമിൻ്റെ ക്ലാസ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ സെറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ചാൻസിൽ തന്നെ സെറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ BEdൻ്റെ സമയത്ത് സെറ്റ് പഠിച്ച് പാസ്സായതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായ സിലബസ് അറിയില്ല. അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് എഴുതിയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടില്ലാണ്ട് പാസ്സായി. പക്ഷെ ഈ സിലബസ് ഒന്നും നോക്കി അങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു ഞാൻ സെറ്റ് എക്സാമിൻ്റെ ക്ലാസ് എടുക്കാൻ പോവാണ്, ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് വീഡിയോ ഇട്ടു. ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചതിലും അധികം റെസ്പോൺസസ് ആയിരുന്നു. അപ്പോൾ എനിക്കറിയില്ല എത്ര ഫീസ് കൊടുക്കണം. അപ്പോൾ പേപ്പർ 1ൻ്റെ ക്ലാസ്സാണ് കൊടുത്തത്. ഇപ്പോഴാണ് അറിയുന്നത് ഈ പേപ്പർ 1നൊക്കെ 10,000 ഫീസ് വാങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അന്നേ എനിക്കറിയില്ല വേറെ, അതായത് ഒപ്പണൻസ് ഉണ്ട് എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു പേയ്മെൻറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ ഏകദേശം അന്ന് 100ഓളം കുട്ടികളുണ്ടായിരുന്നു, അവരെല്ലാവരും ക്ലിയർ ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ വാട്സപ്പിലാണ് ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു കുറച്ച് നാളിനുള്ള അമ്മ പെട്ടെന്ന് പോയി. അപ്പോൾ അതും എന്നെ മെൻ്റലി ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓഡിയോ ഫോർമാറ്റിലുള്ള ക്ലാസ്സസാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, സങ്കടം. പക്ഷേ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ അമ്മേൻ്റെ അടുത്ത് ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഈ ഒരു എമൗണ്ട് ഞാൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് അമ്മേൻ്റെ സർജറിക്ക് വേണ്ടി ഞാൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു ഒന്നും വേണ്ട, നീ അതായത് നീ ചെയ്യുന്ന ജോലിയിൽ നീ സത്യസന്ധത കാണിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ പോയപ്പോൾ എനിക്കിത് ബ്രേക്ക് ചെയ്യാൻ, അതായത് അമ്മ എന്നോട് എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു, നീ ചെയ്യുന്ന ജോലിയിൽ നീ സത്യസന്ധത കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വീണ്ടും ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. അവർക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ വോയിസ് ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഞാൻ ഓക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരു എക്സ്ക്യൂസസും പറയാണ്ട് പഠിച്ചു. അതായത് അവർക്ക് വേണമെങ്കിൽ പറയാം ഞാൻ വീട്ടിലെത്തുമ്പോൾ ലേറ്റായി എനിക്കിന്ന് ക്ലാസ് കേൾക്കാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷെ അവർ മനസ്സിലാക്കുന്നുണ്ട് അത്രയും മോശം സാഹചര്യത്തിൽ ഇരുന്നിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് 2 മണിക്കും 3 മണിക്കൊക്കെ ഇരുന്ന് പഠിച്ച ആൾക്കാരുണ്ട്. നല്ല റിസൾട്ട് വന്നു. ആ സമയത്ത് ന്യൂസ് പേപ്പറിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ലേണേഴ്സ് ഫ്രണ്ട്ലിനെ പറ്റിയിട്ട്. പിന്നെയാണ് അങ്ങനെ വെബ്സൈറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഞാനൊരു ആർട്ടിക്കിൾ ആക്ച്വലി വായിച്ചു. അപ്പോൾ ആർട്ടിക്കിളിൽ ഉണ്ണിമായ പറയുന്നുണ്ട്, അതായത് ആ ഫസ്റ്റ് ബാച്ച് ഭയങ്കര ഇമോഷണലി നമുക്ക് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള, ഇപ്പോഴും കോണ്ടാക്ട് ഉള്ള, അത് 2020 നവംബറിലാണ് ലേണേഴ്സ് ഫ്രണ്ട്ലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും അതിലൊരു ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് മാമിന് ഒരു 52-53 വയസ്സൊക്കെ ആ മാമിന് അന്നേരം ഉണ്ട്. അത് സീനിയോറിറ്റി പ്രൊമോഷന് വേണ്ടിയിട്ടാണ് സെറ്റ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ മാമിനോട് പറയും എൻ്റെ പകുതി വയസ്സ് പോലും നോക്കില്ല, അങ്ങനത്തെ ഒരാളാണ് എന്നെ പഠിപ്പിക്കുന്നത്. ആ സമയത്ത് എനിക്കൊരു 25 ആ ഒരു പ്രായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പകുതി, അപ്പോൾ എന്നെ ടീച്ചറെ തന്നെ വിളിക്കുക. പക്ഷെ ഭയങ്കര സ്നേഹം. ഇപ്പോഴും ഇന്നലെ വരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്ത് കാര്യങ്ങൾ വരുവാണെങ്കിലും എന്നെ വിളിച്ച് സംസാരിച്ച് ഒരു മോളെപ്പോലെ എന്നെ കാണുന്ന ആൾക്കാരുണ്ട്. അതേപോലെ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ആ ബാച്ചിന്, നല്ല കോണ്ടാക്റ്റ് ഉള്ള. പിന്നെ വെബ്സൈറ്റിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് തന്നെ ഏറ്റെടുത്ത് ചെയ്തു തന്നിട്ടുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ അമ്മയെക്കുറിച്ച് പറഞ്ഞു. അമ്മ ഒത്തിരി എന്താ പറയുക, ഉണ്ണിമായനെ ഈ പറയുന്ന പോലെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇൻ്റർവ്യൂസിലൊക്കെ ഞാനിങ്ങനെ ഉണ്ണിമായ സംസാരിക്കുന്നതായിരുന്നു അമ്മയുടെ ആദർശങ്ങളെ പറ്റിയിട്ടൊക്കെ. സോ ഹൗ ഡസ് ഷീ ഇൻസ്പയർ യു? എല്ലാ കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് PSC എഴുതിയിട്ട് ഫസ്റ്റ് ചാൻസിൽ ക്ലിയർ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അമ്മയാണ്, മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മയാണെന്ന് പറയാം. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റിനോട് ഞാനിപ്പോൾ യോജിക്കുന്നില്ല. അതെനിക്കൊരു തിരിച്ചറിവുമാണ്. അമ്മക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയതുകൊണ്ടാണ് അമ്മ പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് പോയത്. അപ്പോൾ അത് എനിക്ക് അമ്മയായ ശേഷമുള്ളൊരു തിരിച്ചറിവാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതലായിട്ട് ഓടുന്ന സമയത്ത് അവനവന് വേണ്ടിയിട്ട് ശ്രദ്ധ ചെലുത്തണം എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി
ഇതിൽ വരുന്നത്. അതൊരു വൈകി വന്നൊരു തിരിച്ചറിവാണ്. കാരണം അമ്മ ഉണ്ടാകുന്ന സമയത്ത് അമ്മക്ക് വേണ്ടിയിട്ട് എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര മടിച്ചിയായിട്ടുള്ളൊരു മോളായിരുന്നു ഞാൻ. അപ്പോൾ അമ്മയാണെങ്കിൽ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ ഡയാലിസിസ് ചെയ്തിട്ടാണ് കോടതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിൻ്റെ പോസ്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് 5-6 കോടതികളിലൊക്കെ ഓടി. അപ്പം വർക്ക് പ്രഷറും കൂടുതലാണ്, ഹെൽത്ത് വൈസും അമ്മയൊക്കെ ആയിരുന്നില്ല. അപ്പം എല്ലാം കൊണ്ടും ഒരുപാട് ഓട്ടം അമ്മ ഓടിയിട്ടുണ്ട്. അമ്മ മക്കൾക്ക് വേണ്ടി ചെയ്തു തന്നത് ആ ഒരു ഇതിൽ തന്നെ, ആ ഒരു ബേസിലാണ്, ആ ഒരു റൂട്ടിൽ നിന്ന് തന്നെയാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. ഇപ്പം അനിയത്തിയാണെങ്കിൽ അഗ്രികൾച്ചർ ആണ് കോഴ്സ് ചെയ്തത്. അവളിപ്പോൾ PSC ലിസ്റ്റിൽ വന്ന് അതായത് അമ്മയുടെ ഡൈ ഹാർനസിൽ പേപ്പറിൽ ഒപ്പുവെക്കുമ്പോൾ അവൾ കരഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. അതായത് അമ്മ, എനിക്ക് പറയുമ്പോൾ ഇമോഷണലാണ്. അതായത് അമ്മ നമ്മളെ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വിദ്യാഭ്യാസമൊക്കെ അമ്മ നേടിത്തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ മരിച്ചിട്ട് കിട്ടുന്ന ജോലി എനിക്ക് വേണ്ട, ഞാനായിട്ട് പഠിച്ചിട്ട് അവൾ അത് പറഞ്ഞതുപോലെ തന്നെ അവൾ PSC എഴുതിയിട്ട് അവളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് അവൾ ഇപ്പോൾ ലിസ്റ്റിലേക്ക് വന്നിട്ട് നിൽക്കുകയാണ്. പക്ഷെ എൻ്റെ ആഗ്രഹം PSC എഴുതുക എന്നുള്ളതല്ല. എനിക്കിങ്ങനെ ആർട്ട്, അതായത് ടീച്ചിങ് ഫീൽഡ് സൈഡിലൂടെ കൊണ്ടുപോകുക, എന്നാലിങ്ങനെ പഠനം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു ഇഷ്ടമാണ് എൻ്റേത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഞാനും പോകുന്നുണ്ട്. ഇപ്പോൾ ഏത് സാഹചര്യമാണെങ്കിലും അമ്മ തന്ന വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയിൽ തന്നെയാണ് ഞാൻ ഏൺ ചെയ്യുന്നത്. പിന്നെ ആക്ടിങ് എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ആക്ടിങ്ങിലേക്ക് കൊണ്ടുപോകാനാണെങ്കിലും ഈ ഡാൻസ്, പാട്ട്, കാര്യങ്ങൾ, അതായത് നമുക്കൊരു സ്റ്റേജ് ഫിയർ ഇല്ലാണ്ട് ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുക, അതൊക്കെ അമ്മയുടെ കഷ്ടപ്പാടിൻ്റെ ഫലം തന്നെയാണ് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു, ഒരുപാട് സന്തോഷം. എന്തായാലും ഈ ഒരു പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കലാകാരിയായി നിന്നുകൊണ്ട് ഒരു ടീച്ചറുടെ ഒരു ഇതിൽ നമ്മൾ എന്താ പറയുക, ഒരു ടീച്ചറായിക്കൊണ്ട് നമ്മൾ എന്താ സ്റ്റുഡൻസിന് ഒരു ഉപദേശം കൊടുക്കുക, കിഡിലൊരു ഉപദേശം കൊടുക്കുക. അങ്ങനെ ഉപദേശം അല്ല, അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറൊന്നും ആയിരുന്നില്ല. എൻ്റെ പിള്ളേർ എന്നെ കളിയാക്കുമായിരുന്നു. ഞാൻ ചിരിച്ചു തുടങ്ങി ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് പിള്ളേരെ ഭയങ്കര കോംപ്ലിമെന്റ്സ് കിട്ടാറുണ്ട്, അങ്ങനെ പറയാറുണ്ടായിരുന്നു. അതായത് നമ്മുടെ നമുക്ക് ഏതൊരു മനുഷ്യനും പാഷൻ പ്രൊഫഷൻ ആക്കി കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഇപ്പം ഞാൻ പറയാറില്ലേ, സച്ചിൻ ക്രിക്കറ്റ് പാഷൻ ആക്കിയതുകൊണ്ടാണ് സച്ചിൻ രക്ഷപ്പെട്ടത്. AR റഹ്മാന് പാട്ടാണ് ഇഷ്ടം, അദ്ദേഹത്തിന്റെ പാഷൻ പ്രൊഫഷൻ ആക്കിയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മൾ ഇന്നിപ്പോൾ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷൻ നിറഞ്ഞൊരു മേഖലയാണ്. ഇഷ്ടത്തിന്റെ പുറകെ പോയിക്കോ, പക്ഷെ നമുക്കൊരു അടിത്തറ ഉണ്ടായിരിക്കണം. അതായത് ഒരുപാട് വർഷം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഏതെങ്കിലും പോയിന്റിൽ ഒരു ലക്കും കൂടിയാണ്, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ളൊരു അടിത്തറ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ് അത്. തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്നല്ലേ നാളെ ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടും. ഇതിവിടെ സേഫ് ആണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ലൈഫിനൊന്ന് സെറ്റാക്കിയിട്ട് ഇഷ്ടങ്ങളുടെ പുറകെ പോവുക. കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക. വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ആസിഫ് അലിയുടെ കൂടെ പഠനം ചെയ്യാൻ പറ്റട്ടെ. പിന്നെ അടുത്ത തവണ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാസർഗോഡ് ഭാഷ പഠിച്ചിട്ട് വരും. അപ്പോൾ നമ്മൾ തമ്മിലൊരു കാസർഗോഡ് ഭാഷ നമുക്ക് അങ്ങനെ മിണ്ടാം. ഓക്കെ, ഇങ്ങനെ ചോദിക്കുന്നത് ഒരുപാട് സന്തോഷമാണ്. പക്ഷേ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നല്ലൊരു ഇൻട്രാക്ഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്.